ಎಲ್ಲರಿಗೂ ಸುಪ್ರಭಾತ. ಇವತ್ತು ಭಾನುವಾರ, ಈಗ 5:30 ಗಂಟೆ ಆಯಿತು. ഇന്ന് നമുക്ക് ആകു എന്ന വാക്കിനെ കുറിച്ച് പഠിക്കാം. അതിനർത്ഥം ആകുക. പക്ഷേ ഈ ഒരു അർത്ഥം കൂടാതെ മറ്റ് പല സിറ്റുവേഷനിൽ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെ എവിടെയൊക്കെ പ്രയോഗിക്കാമെന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം. ആകു, ആകുക, സംഭവിക്കുക, ആയിത്തീരുക. സി എന്നാൽ കസ്റ്റമർ എന്നാണ്. ടി ടൈലർ. ನನ್ನ ಶರ್ಟ್ ಹೊಲಿದಾಯ್ತಾ? ನನ್ನ എൻ്റെ ഷർട്ട് ಹೊಲಿದಾಯ್ತಾ? ಹೊಲಿದು ಆಯ್ತಾ? ಹೊಲಿಯುವುದು തയ്ക്കുക, ആയ്ത്ത കഴിഞ്ഞോ. അപ്പോൾ എൻ്റെ ഷർട്ട് തയ്ച്ച് കഴിഞ്ഞോ. ആയ്ത്ത എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലേ. ನಿಮ್ಮ ಊಟ ಆಯ್ತಾ? നിങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞോ, അതായത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞോ. ಇನ್ನೂ ಆಗಲಿಲ್ಲ. ടൈലർ എന്താണ് പറയുന്നത്? ಇನ್ನೂ ಆಗಲಿಲ್ಲ. ഇനിയും ആയിട്ടില്ല. ಆಗಲಿല്ല ഷോർട്ട് ഫോമാണ്. എഴുതുമ്പോൾ ಆಗಲಿല്ല. ಇನ್ನೂ ಆಗಲಿಲ್ವಾ? ഇനിയും ആയിട്ടില്ലേ, അതായത് ഇനിയും തയ്ച്ച് കഴിഞ്ഞിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ಇನ್ನೂ ಆಗಲಿಲ್ವಾ, ഇനിയും ആയിട്ടില്ലേ. ಆಗಲಿಲ್ಲ ഷോർട്ട് ഫോമാണ്. എഴുതുമ്പോൾ ಆಗಲಿಲ್ಲವಾ എന്ന് വേണം എഴുതാൻ. ನಾನು ಯಾವಾಗ ಕೊಟ್ಟಿದ್ದೇನೆ? ഞാൻ എപ്പോൾ തന്നതാണ്? ಸಂಜೆ ಆಗುತ್ತಾ? വൈകുന്നേരം ആകുമോ? ആകಬಹುദാ എന്ന് ചോദിക്കുമ്പോൾ വൈകുന്നേരത്തേക്ക് ആകുമോ എന്ന് സംശയത്തോടെയാണ് ചോദിക്കുന്നത്. ആകಬಹುದೇനോ, ആകുമായിരിക്കും. ആകുത്തെ എന്ന് പറഞ്ഞാൽ അത് എന്തായാലും തയ്ച്ച് കഴിയും, ആകും എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ ಆಗಬಹುದೇನೋ സംശയമാണ് പ്രകടിപ്പിക്കുന്നത്. ಏನು ಖಂಡಿತವಾಗಿ ಆಗುತ್ತೆ ಅಂತ ಹೇಳೋಕೆ ಆಗಲ್ವಾ? ಏನು എന്താണ് ഉറപ്പിച്ച് ആകുത്തെ ಅಂತ ആകുമെന്ന് ಹೇಳೋಕೆ ಆಗಲ್ವಾ, പറയാൻ പറ്റില്ലേ. ಏನು ಖಂಡಿತವಾಗಿ ആകുത്തെ ಅಂತ ಹೇಳೋಕೆ ಆಗಲ್ವಾ, എന്താണ് അല്ലെ എന്തുകൊണ്ടാണ് ಖಂಡಿತವಾಗಿ ഉറപ്പിച്ച് ആകുത്തെ ಅಂತ ആകുമെന്ന് ಹೇಳೋಕೆ ಆಗಲ್ವಾ, പറയാൻ കഴിയില്ലേ. എന്താ ഉറപ്പിച്ച് ആകുമെന്ന് പറയാൻ കഴിയില്ലേ. ಆಗಲ್ವಾ എഴുതുമ്പോൾ ആകുವುದಿല്ല എന്ന് വേണം എഴുതാൻ. ആകുವುದಿല്ല അത് വേറൊരു ഷോർട്ട് ഫോമാണ് സംസാരിക്കുമ്പോൾ. ನೋಡಿ, ಹಬ್ಬ ಅಲ್ವಾ ಬರ್ತಿರೋದು. നോക്കൂ, ಹಬ್ಬ ಫೆಸ್ಟಿವಲ್ ಅಲ್ಲೇ വരുന്നത്. ಹೊಲಿಯೋಕೆ ತುಂಬ ಬಂದಿದೆ, തയ്ക്കാൻ കുറേ വന്നിട്ടുണ്ട്. ಹಬ್ಬ ಅಲ್ವ ಬರುತ್ತಿರೋದು. ಬರುತ್ತಾ ಇರುವುದು എഴുതുമ്പോൾ എന്ന് വരുമ്പോൾ സംസാര ഭാഷയാണ്, അതായത് സ്പീഡിൽ പറയുമ്പോഴാണ് റു എന്നുള്ളത് എന്നായി മാറുന്നത്. ಬರ್ತಾ ಇರುವುದು, ಬರ್ತಿರೋದು സംസാരിക്കുമ്പോൾ. ಹೊಲಿಯೋಕೆ എഴുതുമ്പോൾ ಹೊಲಿಯುವುದಕ್ಕೆ. ഷോർട്ട് ഫോമായി ഇങ്ങനെയും പറയാം, ಹೊಲಿಯೋದಕ್ಕೆ. ತುಂಬ ಬಂದಿದೆ, കുറേ വന്നിട്ടുണ്ട്. തയ്ക്കാൻ കുറേ വന്നിട്ടുണ്ട്. ಆದರೂ ನಾನು ಕೊಟ್ಟು 2 ವಾರಕ್ಕಿಂತ ಜಾಸ್ತಿ ಆಯ್ತಲ್ವಾ. എന്നാലും ഞാൻ തന്ന് 2 ആഴ്ചയ്ക്ക് അധികം ആയില്ലേ. ആದರೂ എന്നാലും എഴുതുമ്പോൾ ആದರೂ. ಆದರೂ എന്ന് എഴുതുമ്പോൾ സംസാരിക്കുമ്പോൾ ആದರೂ. ഞാൻ ಕೊಟ್ಟು 2 ವಾರಕ್ಕಿಂತ ಜಾಸ್ತಿ ಆಯಿತು ಅಲ್ಲ, ഞാൻ തന്നെ 2 ആഴ്ചയിൽ അധികം ആയല്ലോ. ಆಯಿತು ಅಲ್ಲವಾ, ಆಯ್ತಲ್ವಾ എന്നായി മാറി. ಏನು ಮಾಡಲಿ, കറണ്ട് ಕೂಡ ಆಗಾಗ ಕೈ ಕೊಡುತ್ತೆ. എന്ത് ചെയ്യാനാ, കറണ്ട് കൂടെ ആകാക കൂടെ കൈ കൊടുത്തെ പറ്റിക്കും. അത് കൈ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ എന്ന് തന്നെയാണ്. കൊടുക്കുക, കൈ കൊടുക്കുക, അതായത് ഇവിടെ പറ്റിക്കുക. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ಅವನು ಅವಳಿಗೆ ಕೈ ಕೊಟ್ಟನು, അതായത് അവൻ അവളെ പറ്റിച്ചു. ಅಂದರೆ ಅವನು ನನಗೆ ಹಣ ಕೊಡ್ತಾನಂತ ಹೇಳಿ ನನಗೆ ಕೊಡದೆ ಕೈ ಕೊಟ್ಟ. അവനെനിക്ക് പണം തരാമെന്ന് പറഞ്ഞ് തരാതെ പറ്റിച്ചു.
അപ്പോൾ കൈ കൊടുത്തതെന്ന് പറഞ്ഞാൽ പറ്റിക്കുക. ഇവിടെ കറണ്ട് ആകാകാം കൈ കൊടുത്ത്, അത് കൂടെ കൂടെ പറ്റിക്കും. കറണ്ട് എന്ന് വേണം അവിടെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ചെയ്യാൻ. ഓക്കെ. നാളെ ಆಗ್ತದಾ, നാളെ ആകുമോ, നാളെ ആಗುತ್ತಾ അങ്ങനെയും പറയാം. ആಯ್ತು ಇವರೇ, ഇവിടെ ആಯ್ತು എന്ന് പറയുമ്പോൾ കഴിഞ്ഞു എന്നല്ല, ആಯ್ತು ശരി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവരെ, നിങ്ങൾക്കറിയാം ഇവരു എന്ന് പറഞ്ഞാൽ ഇവർ എന്നാണ്. പക്ഷെ ഇവിടെ കന്നഡയിലുള്ളൊരു ശൈലിയാണ് ഇവരെ എന്ന് വെച്ച് സംസാരിക്കുക എന്നുള്ളത്, ആಯ್ತು ഇവരെ എന്നുള്ളത്. മലയാളത്തിൽ പക്ഷെ അങ്ങനെ പറയാറില്ല അല്ലേ. നാളെ ബന്നി ആಯ್ತಾ, നാളെ വരൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ നാളെ ബന്നി ഓക്കെ എന്നുള്ള അർത്ഥത്തിലാണ് ആಯ್ತಾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും അർത്ഥം മാറി. നാളെ ಆಗಲೇಬೇಕು, നാളെ ആയേ പറ്റൂ, നാളെ തഴിച്ച് എന്തായാലും കഴിയണമെന്നാണ് പറയുന്നത്. ಆಗಬೇಕು എന്നും പറയാം. ಆಗಬೇಕು എന്ന് പറയുമ്പോൾ ആവണം, ಆಗಲೇಬೇಕು എന്തായാലും ആകണം. ಹಾಗೆ ಆಗಲಿ അങ്ങനെ ആവട്ടെ, ಹಾಗೇನೆ ಆಗಲಿ അങ്ങനെ തന്നെ ആവട്ടെ. ಮರುದಿನ അടുത്ത ദിവസം. ನಮಸ್ಕಾರ ರೀ, ಇವತ್ತು ಆಗಲಿಲ್ಲ ಅಂತ ಹೇಳಬೇಡಿ. നമസ്കാര നിങ്ങൾക്കറിയാം റീ, അതായത് റീ എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ റെസ്പെക്റ്റോട് കൂടിയാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഭാര്യ ഹസ്ബൻഡ് പേര് വിളിക്കാറില്ല അല്ലേ. അപ്പോൾ അവിടെ കൂടുതലായി റീ എന്ന വാക്ക് വെച്ചാണ് പറയാറുള്ളത്. റീ ನಿಮ್ಮನ್ನು ಯಾರೋ ಕರೀತಿದ್ದಾರೆ, റീ എന്ന് ഹസ്ബൻഡ് വിളിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പേരറിയാത്തവരെയും നമുക്ക് റീ വെച്ച് പറയാം. നമസ്ಕಾರ ರೀ, ಇವತ್ತು ಆಗಲಿಲ್ಲ ಅಂತ ಹೇಳಬೇಡಿ. ಇವತ್ತು ಇನ್ನು, ಇವತ್ತು ഇന്നും, ಆಗಲಿಲ್ಲ ಅಂತ ആയിട്ടില്ല എന്ന് പറയരുത്, ಹೇಳಬೇಡಿ എന്ന് എഴുതുമ്പോൾ. ನಮಸ್ಕಾರ, ಸ್ವಲ್ಪ ಕೂತ್ಕೊಳ್ಳಿ, ಒಂದಿರಿಕೆ, ಆಗ್ತಾ ಇದೆ, ಆಗುന്നുണ്ട്, ಆಗುತ್ತಾ ಇದೆ ಫುಲ್ ಫಾರ್മാണ്. ನೀವು ಬರುವಷ್ಟರಲ್ಲಿ ಆಗಬೇಕಿತ್ತು, ಆದರೆ ಕೆಲಸದವನು ಬರಲಿಲ್ಲ. നിങ്ങൾ ബറുവഷ്ട്രല്ലി വരുമ്പോഴേക്കും ಆಗಬೇಕಿತ್ತು, ആകണമായിരുന്നു, ಆದರೆ എന്നാൽ ಕೆಲಸದವನು ജോലിക്കാരൻ വന്നിട്ടില്ല. ಎಷ್ಟು ಹೊತ್ತು ರೀ, ನಾನು ಬಂದು ಆಗಲೇ ಅರ್ಧ ಗಂಟೆ ಆಯಿತು. ಎಷ್ಟು ಹೊತ್ತು, എത്ര സമയമായി. റീ നമ്മൾ ദയനീയമായി പറയുമ്പോഴാണ് റീ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ಎಷ್ಟು ಹೊತ್ತು ರೀ, ನಾನು ಬಂದು ಆಗಲೇ ಅರ್ಧ ಗಂಟೆ ಆಯಿತು. ഞാൻ വന്ന് അപ്പോഴേ അരമണിക്കൂറായി. ಆಗಲೇ അപ്പോഴേ, ഇതിനകം, അർദ്ധ ഗಂಟೆ ആಯಿತು, അരമണിക്കൂറായി. അപ്പോൾ ഇവിടെ ആകലേ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ടൈമിനെ കുറിച്ചാണ് അല്ലേ. അപ്പോഴേ എന്നുള്ളത്, ആകലേ. ಟೈಲರ್ എന്താണ് പറയുന്നത്? ಆಗಬೇಕಷ್ಟೇ, ആവണം അത്രേ, ಆಗಬೇಕು ಅಷ್ಟೇ. ದಯಮಾಡಿ ಕೂತ್ಕೊಳ್ಳಿ, ದಯచేసి ಇರಿಕೂ. ಆಗಿರ್ಬೇಕಂತ ಅಂದ್ಕೊಂಡು ಬಂದೆ, ಬೇರೆ ಕೆಲಸ ಮುಗಿಸಿ ಬರಬೇಕಿತ್ತು. ಆಗಿರಬೇಕಂತ, ಆಗಿರಬೇಕು ಅಂತ, ആയിരിക്കുമെന്ന് കരുതി, ಅಂದ್ಕೊಂಡು കരുതി, ಬಂದೆ വന്നു. ಬೇರೆ ಕೆಲಸ, ಬೇರೆ ജോലി, ಮುಗಿಸಿ ಬರಬೇಕಿತ್ತು, ಬೇರೆ ജോലി തീർത്ത് വരണമായിരുന്നു. ಕೆಲಸ ജോലി, സ്പീഡിൽ പറയുമ്പോൾ ಕೆಲಸ എന്നായി മാറും. ಬೇರೆ ಕೆಲಸ ಮುಗಿಸಿ ಬರಬೇಕಿತ್ತು, ಬೇರೆ ജോലി തീർത്ത് വരണമായിരുന്നു. ಟೈಲರ್, ಹಾಗಾದರೆ ಆ ಕೆಲಸ ಮುಗಿಸ್ಕೊಂಡು ಬನ್ನಿ. ಹಾಗಾದರೆ അങ്ങനെയാണെങ്കിൽ ആ ജോലി തീർത്ത് വരൂ. ಹಾಗಾದರೆ ഷോർട്ട് ഫോമാണ്, എഴുതുമ്പോൾ ಹಾಗಾದರೆ. ആ ಕೆಲಸ, ആ ജോലി, ಕೆಲಸ എന്ന് സംസാരിക്കുമ്പോൾ ಕೆಲಸ എന്ന് എഴുതുമ്പോൾ, ആ ಕೆಲಸ മുಗಿಸಿಕೊಂಡು
അത് തീർത്ത് വരും. അഷ്ടൊತ್ತಿಗೆ ಆ സമയത്തേക്ക് അപ്പോഴേക്കും ಆಗಿಯೇ ಆಗುತ್ತೆ. അപ്പോൾ എന്തായാലും ആകുമെന്നുള്ള അർത്ഥത്തിലാണ് ಆಗಿಯೇ ಆಗುತ್ತೆ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ಆಗಿರಲೇಬೇಕು അല്ലെങ്കിൽ ಆಗಿರಲೇಬೇಕು, എന്തായാലും ಆಯೇ പറ്റൂ. ಕಸ್ಟಮರ್ ಟೈಲರನ್ನು ದುರುಗುಟ್ಟಿ ನೋಡಿಕೊಂಡು ಹೋಗ್ತಾನೆ. കസ്റ്റമർ ടൈലറിനെ തുറിച്ചു നോക്കിക്കൊണ്ട് പോകുന്നു. ಸ್ವಲ್ಪ ಸಮಯದ ನಂತರ, കുറച്ച് സമയത്തിന് ശേഷം. ಆಗಿದಾ, ആയോ. തന്നഷ്ടಕ್ಕೆ, അത് തന്നോട് തന്നെ. ಈಗಾದರೂ ಆಯ್ತೇನೋ, ഇപ്പോഴെങ്കിലും ആയിട്ടുണ്ടോ എന്തോ, തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടോ എന്തോ. ಈಗಲಾದರೂ എഴുതുമ്പോൾ ഇപ്പോഴെങ്കിലും. ಓ ಬನ್ನಿ ಬನ್ನಿ, ನಿಮ್ಮ ഷർട്ട് ಹೊಲ್ದಾಗಿದೆ. ഓ അതായത് ടൈലർ കസ്റ്റമറിനെ കാണുമ്പോഴുള്ള ഒരു എക്സ്പ്രഷനാണ് ഓ. ബന്നി ബന്നി, വരൂ വരൂ. ನಿಮ್ಮ ഷർട്ട്, നിങ്ങളുടെ ഷർട്ട് ಹೊಲ್ದಾಗಿದೆ, തയ്ച്ച് കഴിഞ്ഞു. ಹೊಲ್ದಾಯಿತು, ಹೊಲಿದು ಆಯಿತು, ಅದು അങ്ങനെയും പറയാം. ಇನ್ನೊಂದು ഷർട്ട് ಹೊಲಿಯೋಕ್ಕಿದೆ, ಅದನ್ನು ಕೂಡ ತರಲಾം. ಇನ್ನೊಂದು ഷർട്ട്, ഇനിയൊന്നും കൂടി ഷർട്ട് ಹೊಲಿಯೋಕ್ಕಿದೆ, ഇനി ഒരു ഷർട്ട് കൂടി തയ്ക്കാനുണ്ട്. ನಾನು ಅದನ್ನು ಕೂಡ തരലാം, ഞാൻ അതും കൂടി കൊണ്ടുവരട്ടെ. അപ്പോൾ ഇവിടെ തരല, കൊണ്ടുവരട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ಹೊಲಿಯೋಕ್ಕಿದೆ, ಹೊಲಿಯುವುದಕ್ಕೆ ಇದೆ അങ്ങനെ പറയാം. ಹಬ್ಬ ಮುಗಿಯಲಿ, ഫെസ്റ്റിവൽ കഴിയട്ടെ. ಈಗಂತೂ ಆಗಲ್ಲ, ഇപ്പോൾ എന്തായാലും ആവില്ല. ಕೆಲಸದವನಿಗೆ ಆಕ್ಸಿಡೆಂಟ್ ಆಗಿದೆ, ജോലിക്കാരന് ആക്സിഡൻറ്റ് ആയി, അപഘാത ആക്സിഡൻറ്റ്. ಸ್ವಲ್ಪ ಗಾಯ ಆಗಿದೆ, ಸ್ವಲ್ಪ കുറച്ച് ഗായ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, മുറിവ്. ഗായ ആಗಿದೆ, മുറിവ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആಗಿದೆ എന്ന് പറയുമ്പോൾ പറ്റിയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ಆದ್ದರಿಂದ ಅವನು ಬರಲಿಲ್ಲ, ಆದ್ದರಿಂದ അതുകൊണ്ട്, ಆದ್ದರಿಂದ ഷോർട്ട് ഫോം. ಆದ್ದರಿಂದ ಅವನು ಬರಲಿಲ್ಲ, ಅದು ಕಾರಣ ಅವൻ വന്നില്ല. ಹೌದಾ, ಪಾಪ ಹುಡುಗ. ಹೌದಾ, ಅതെയോ, പാവം ചെക്കൻ. അവനിಗೆ ಹೀಗೆ ಆಗಬಾರ್ದಿತ್ತು, അവനിങ്ങനെ ആകരുതായിരുന്നു, അവനിങ്ങനെ സംഭവിക്കരുതായിരുന്നു. മലയാളം വാക്ക് നാവിൽ വഴങ്ങുന്നില്ല. ഓക്കെ. ಹೌದು, ಅವನಿಲ್ಲದಿದ್ದರಿಂದ ನನಗೆ ಕಷ್ಟ ಆಗಿದೆ. ಅದೇ, ಅವನು ಇಲ್ಲದಿದ್ದರಿಂದ, അതായത് അവൻ ഇല്ലാത്ത കാരണം ನನಗೆ ಕಷ್ಟ ಆಗಿದೆ, എനിക്ക് അതായത് കഷ്ടമാಗಿದೆ, കഷ്ടം തന്നെ, കഷ്ടം, ನನಗೆ ಕಷ್ಟ ಆಗಿದೆ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ಯಾರಿಗೂ ಹಾಗೆ ಆಗದಿರಲಿ, ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ. അപ്പോൾ ആർക്കും അങ്ങനെ പറ്റാതിരിക്കട്ടെ അല്ലെങ്കിൽ വരാതിരിക്കട്ടെ, ಆಗದಿರಲಿ. ഓക്കെ. അപ്പോൾ കസ്റ്റമർ ചോദിക്കുകയാണ് ಎಷ್ಟು, നേരത്തെ പഠിച്ചതാണ്. ಎಷ್ಟು, എത്ര, എഷ്ടായിത്തു, എത്രയായി. അപ്പോൾ ടൈലർ തയ്ച്ച ഷർട്ടിന് എത്രയാണ് വില, എനിക്കറിയില്ല, അതുകൊണ്ടാണ് എഴുതാതിരുന്നത്. കസ്റ്റമർ ആയിത്തു, അപ്പോൾ ഇവിടെ കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല, ആയിത്തു ശരി എന്നുള്ള അർത്ഥം, അതായത് ശരി. ഇനി ഞാൻ ബർലാം, ഇനി ഞാൻ വരട്ടെ. ബർലാം, വരട്ടെ, ഷോർട്ട് ഫോമാണ്. എഴുതുമ്പോൾ ബർലാം. ഇനി ഞാനിതൊന്ന് വായിക്കാൻ പോവുകയാണ്. താല്പര്യമുള്ളവർ അതും കൂടി കേട്ടോളൂ. എൻ്റെ കൂടെ നിങ്ങൾക്കും വായിക്കാം, അല്ലെങ്കിൽ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ನನ್ನ ಶರ್ಟ್ ಹೊಲ್ದಾಯ್ತಾ? ಇನ್ನೂ ಆಗಲಿಲ್ವಾ? ನಾನು ಯಾವಾಗ ಕೊಟ್ಟಿದ್ದೇನೆ? ಸಂಜೆ ಆಗುತ್ತಾ? ಆಗಬಹುದೇನೋ.
ಏನು ಖಂಡಿತವಾಗಿ ಆಗುತ್ತೆ ಅಂತ ಹೇಳೋಕೆ ಆಗಲ್ವಾ? ನೋಡಿ, ಹಬ್ಬ ಅಲ್ವಾ ಬರುತ್ತಿರೋದು, ಹೊಲಿಯೋಕೆ ತುಂಬ ಇದೆ, ತುಂಬ ಬಂದಿದೆ. ಆದರೂ ನಾನು ಕೊಟ್ಟು 2 ವಾರಕ್ಕಿಂತ ಜಾಸ್ತಿ ಆಯಿತು ಅಲ್ವಾ? ಏನು ಮಾಡಲಿ, ಕರೆಂಟ್ ಕೂಡ ಆಗಾಗ ಕೈ ಕೊಡುತ್ತೆ. ನಾಳೆ ಆಗ್ತದಾ? ಆಯಿತು ಇವರೇ, ನಾಳೆ ಬನ್ನಿ ಆಯಿತಾ? ನಾಳೆ ಆಗಲೇಬೇಕು, ಹಾಗೇ ಆಗಲಿ. ಮರುದೇನಾ? ನಮಸ್ಕಾರ ರೀ, ಇವತ್ತೂ ಆಗಲಿಲ್ಲ ಅಂತ ಹೇಳಬೇಡಿ. ನಮಸ್ಕಾರ, ಸ್ವಲ್ಪ ಕೂತ್ಕೊಳ್ಳಿ, ಆಗ್ತಾ ಇದೆ. ನೀವು ಬರುವಷ್ಟರಲ್ಲೇ ಆಗಬೇಕಿತ್ತು, ಆದರೆ ಕೆಲಸದವನು ಬರಲಿಲ್ಲ. ಎಷ್ಟು ಹೊತ್ತು ರೀ? ನಾನು ಬಂದು ಆಗಲೇ ಅರ್ಧ ಗಂಟೆ ಆಯಿತು. ಆಗಬೇಕಷ್ಟೇ, ದಯಮಾಡಿ ಕೂತ್ಕೊಳ್ಳಿ. ಆಗಿರ್ಬೇಕಂತ ಅಂದ್ಕೊಂಡು ಬಂದೆ, ಬೇರೆ ಕೆಲಸ ಮುಗಿಸಿ ಬರಬೇಕಿತ್ತು. ಹಾಗಾದರೆ ಆ ಕೆಲಸ ಮುಗಿಸ್ಕೊಂಡು ಬನ್ನಿ, ಅಷ್ಟೊತ್ತಿಗೆ ಆಗಿಯೇ ಆಗುತ್ತೆ. ಆಗಿರಲೇಬೇಕು. ಕಸ್ಟಮರ್ ಟೈಲರನ್ನು ದುರ್ಗುಟ್ಕೊಂಡು ಹೋಗ್ತಾನೆ ಸ್ವಲ್ಪ ಸಮಯದ ನಂತರ. ಆಗಿದಾ? ತನ್ನಷ್ಟಕ್ಕೆ. ಈಗಲಾದರೂ ಆಯ್ತೇನೋ, ಈಗಾದರೂ ಆಯ್ತೇನೋ. ಓ ಬನ್ನಿ ಬನ್ನಿ, ನಿಮ್ಮ ಶರ್ಟ್ ಹೊಲಿದಾಗಿದೆ, ಇನ್ನೊಂದು ಶರ್ಟ್ ಹೊಲಿಯೋಕ್ಕಿದೆ. ನಾನು ಅದನ್ನು ಕೂಡ ತರಲಾ? ಹಬ್ಬ ಮುಗಿಯಲಿ, ಈಗಂತೂ ಆಗಲ್ಲ. ಕೆಲಸದವನಿಗೆ ಆಕ್ಸಿಡೆಂಟ್ ಆಗಿದೆ, ಸ್ವಲ್ಪ ಗಾಯ ಆಗಿದೆ, ಅದರಿಂದ ಅವನು ಬರಲಿಲ್ಲ. ಹೌದಾ? ಪಾಪ ಹುಡುಗ, ಅವನಿಗೆ ಹೀಗೆ ಆಗಬಾರ್ದಿತ್ತು. ಹೌದು, ಅವನಿಲ್ಲದಿದ್ದರಿಂದ ನನಗೆ ಕಷ್ಟ ಆಗಿದೆ, ಯಾರಿಗೂ ಹಾಗೆ ಆಗದಿರಲಿ. ಎಷ್ಟು? ಆಯಿತು, ಇನ್ನು ನಾನು ಬರಲಾ? അടുത്ത ക്ലാസ്സിൽ ಆಗು എന്ന വാക്ക് കൂടുതലായി പഠിക്കാം. ഓക്കെ, ಹಾಗಾದರೆ ನಾನಿನ್ನು ಬರಲಾ? ಥ್ಯಾಂಕ್ ಯು.